ഈ പാലത്തിനടിയിൽ എന്താ ഈ കൊച്ചിനെ മാസ്ക് ഒക്കെ ഒന്ന് മാറ്റിക്കേ ഒന്ന് കാണട്ടെ അത് ഉങ്ങളുടെ വൈഫാ തൊങ്ങലും ദിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന പുള്ളിയാ പിന്നെ പുള്ളി വന്നത് ടിപ് ടോപ്പിലാ വന്നത് ആളെടുത്തിട്ട് നേരെ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിനക്കറിയാടാ എനിക്ക് മനസ്സിലായി. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള അപൂർവം ചാനലിൽ ഒന്നാണ് TV19 കേരള. ഭിക്ഷാടന മാഫിയക്കെതിരെ ശക്തമായി പ്രതികരിച്ച് അവരെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകുന്നു. ഇതുപോലെ 10 മീഡിയകൾ മുന്നോട്ട് വന്നാൽ ഈ കേരളത്തിൽ നിന്ന് ഭിക്ഷാടകരെ തൂത്തെറിയാൻ നമുക്ക് സാധിക്കും. ഇതിന്റെ പിന്നിൽ വലിയ മാഫിയകൾ തന്നുണ്ട്. ഒരു മാസം ലക്ഷക്കണക്കിന് രൂപയാണ് അവർ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്നത്. കേരള സമൂഹം ഒന്നടങ്കം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ പാലത്തിനടി എന്താ ഈ കൊച്ചിനെ നിന്റെ കൊച്ചിനെ നീ എന്ത് ചെയ്യോ എന്നാ നീ ഒന്ന് ചെയ്തേ കാണട്ടെ. എന്തിനാ നിങ്ങളെ വിചാരിക്കുന്നത്? ഞങ്ങള് റോഡ് സൈഡിലേക്ക് സ്വന്തം വെറുതെ കഴിക്കുന്നു. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഈ പാലത്തിനടി പറ്റില്ല. അവിടേക്ക് ഒരു ധൈര്യം കണ്ടു. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ആൾക്കാരെ തല്ലുന്നു. ഈ കുട്ടികളെ കണ്ടിട്ട് അന്യ സംസ്ഥാനത്തൊന്ന് കടത്തിക്കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികളും അന്യ സംസ്ഥാനത്തിലേക്ക് ഇവർ കൊണ്ടുപോകുന്നു. നമ്മൾ മലയാളികൾ തന്നെയാണ് ഇവർക്ക് കൂടുതൽ പണം കൊടുത്ത് ശക്തരാക്കുന്നത്. ഇവർ ദിവസവും പോയി മുന്തിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് ബാറുകളിൽ ചെന്ന് മദ്യം കഴിക്കുന്നു. കൂടാതെ 10,000 രൂപ കളക്ഷൻ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജനം പോലും വേണ്ട രീതിയിൽ ജെയിംസിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവളുമാർ കൂട്ടത്തോടെ അയാളെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ളവരെ നമ്മുടെ നാട്ടിലേക്ക് പോലും കടന്നു വരാൻ അനുവദിക്കരുത്. മലയാളികൾ എന്തു കണ്ടാലും പ്രതികരിക്കില്ല. സ്വന്തം കുടുംബത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നാൽ മാത്രമേ ഇവർ പഠിക്കുള്ളൂ.